ഈ ലെജൻഡർ ഇറങ്ങിയ സമയത്ത് റിയർ വീൽ ഡ്രൈവ് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഹൈലക്സ് ഒരു ഓഫ് റോഡ് വണ്ടിക്ക് വൈറ്റ് ഇന്ത്യയിൽ എങ്ങനെ എടുത്ത് സുസുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ വാഹന റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ, അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു ദ ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ JD സ്ക്രാച്ച് അതല്ല ടോക്കിംഗ് കാസിലെ JD ആൻഡ് വിവേകി അവരാണെന്ന് തോന്നുന്നു ഈ ഒരു ട്രെൻഡല്ല മീൻസ് ഈ ഒരു രീതിയിലുള്ള ന്യൂസുകൾ ആദ്യം ഒരു വീഡിയോയിൽ കൊണ്ടുവന്ന് അവരാന്ന് തോന്നുന്നുണ്ട്. സോ നമ്മൾ ആ രീതി പിടിക്കാൻ വേണ്ടി പോവാണ്. സോ സ്വാഗതം. സുസുക്കിയുടെ ഭാഗത്തു നിന്നുള്ള 2 ന്യൂസുകളുണ്ട്. ഫസ്റ്റ്, സിയാസിൻ്റെ പ്രൊഡക്ഷൻ സുസുക്കി അവസാനിപ്പിക്കാൻ പോവാണ് ഏപ്രിലോട് കൂടി. 2014 സുസുക്കി സിയാസിനെ ഇന്ത്യയിൽ സുസുക്കി ലോഞ്ച് ആക്കുന്നത്. 2020 വരെ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു. 1.5 ഡീസൽ, 1.5 പെട്രോൾ, 2 പെട്രോൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. സോ നിലവിലെ ഇന്ത്യയുടെ എല്ലാവർക്കും SUVകളുടെ കാലമാണല്ലോ. SUV ആണ് എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ട് തന്നെ സഡാൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നുണ്ട് പൊതുവെ ഇന്ത്യയിൽ. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ സിയാസിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നല്ല വണ്ടി, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. ഇപ്പോൾ 3 ബോക്സ് സഡാനാണ്. ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് അന്നുള്ളത് ഹോണ്ട സിറ്റി, പിന്നെ അതുപോലെ തന്നെ റാപ്പിഡ്, വെൻഡോ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നത്. സോ സിയാസിൻ്റെ കാലം അവസാനിച്ചു. സിയാസ് ഡിസ്കണ്ടിന്യൂ ആവാൻ പോവാണ്. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ഡിസയറാണ്. 4th ജനറേഷൻ ഡിസയർ, അത് ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യയിൽ ലോഞ്ചായ ഏറ്റവും പുതിയ ഡിസയറിൻ്റെ ടൂർ എന്ന് പറഞ്ഞ വേരിയൻറ്റ് ലോഞ്ച് ആയിട്ടുണ്ട്. ടൂർ എന്ന വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ടാക്സി സെഗ്മെൻറ്റുള്ള ഒരു വേരിയൻ്റാണ് ടൂർ S എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ്. സോ ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് സുസുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ടാക്സി സെഗ്മെൻറ്റൊക്കെ വണ്ടിയൊന്നും കൊടുക്കുന്നില്ല. സോ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ LXi എന്ന് പറയുന്ന വേരിയൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ ഒരു വേരിയൻറ്റ് നിലവിൽ ഇറക്കുന്നത്. ഒരു CNG ഉള്ള വണ്ടിയായിരിക്കും. ടാക്സി സെഗ്മെൻറ്റിൽ ഡിസയർ വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക്, ടാക്സി ആക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് പറ്റിയ സമയമായിട്ടുണ്ട്. വാങ്ങുക, ഉപയോഗിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളാം. സോ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻഡർ ഒക്ട എന്ന് പറഞ്ഞ പുതിയൊരു വണ്ടി ലോഞ്ച് ആയിട്ടുണ്ട്. വണ്ടി പുതിയൊരു വേരിയൻ്റ് എന്താണെങ്കിലും പറയാം. സോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ എഞ്ചിൻ തന്നെയാണ്. BMWൻ്റെ 4.4 ലിറ്റർ ട്വിൻ ടെർബോ V8 ആണ് ഒരു ഡിഫൻഡറിൽ വരുന്നത്, ഡിഫൻഡർ ഒക്ട. അത് മാത്രമല്ല അതിൻ്റെ സസ്പെൻഷനിൽ, ട്യൂണിങ്ങിൽ ചില്ലറ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു സഡാനിലെ എൻജിൻ ഒരു SUVയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം അത് വേറെ തന്നെ ആയിരിക്കും. 4 സെക്കൻഡിനുള്ളിൽ 0 to 100 അച്ചീവ് ചെയ്യുന്നുണ്ട്. ഒരു 1.5 സാധനം തന്നെയാണ്. ഡിഫൻഡറിൽ നോക്കുകയാണെങ്കിൽ ഡിഫൻഡർ 2 കോടി സംതിങ് റേറ്റ് വരുന്നുണ്ട് ഡിഫൻഡർ ഒക്ടയ്ക്ക്. കിയ EV6ൻ്റെ പുതിയൊരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. കിയ EV6 ലോഞ്ച് ആയ സമയത്ത് ഓൾ വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവ് ഒക്കെ ഉള്ള മോട്ടർ ഉള്ള വണ്ടി ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ ഓൾ വീൽ ഡ്രൈവ് മാത്രമുള്ള വണ്ടി വരുന്നുള്ളൂ. സോ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ. ബാറ്ററി പാക്കിൻ്റെ സൈസും കൂടിയിട്ടുണ്ട്. അതാണ് മെയിൻ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ക്ലെയിംഡ് റേഞ്ചിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ അൾട്രോസിൻ്റെ ഫേസ് ലിഫ്റ്റ് ടെസ്റ്റിംഗ് ആണ് നിലവിൽ. സോ എനിക്ക് തോന്നുന്നു ടാറ്റ അൾട്രോസ് വന്നിട്ട് 5 വർഷത്തിന് ശേഷം വലിയ മാറ്റങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചെറിയൊരു ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. ബമ്പർ, ഹെഡ് ലാമ്പ്, പിന്നെ എക്സ്റ്റീരിയറിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. സോ അൾട്രോസ് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളതാണെങ്കിൽ എന്ന് ലോഞ്ചാണ്, ഡേറ്റൊന്നും അറിയില്ല, ടെസ്റ്റിങ്ങിലാണ്. അധികം വൈകാതെ ലോഞ്ചാവും എന്ന് വിചാരിക്കുക. സോ മഹീന്ദ്രയുടെ ഭാഗത്തു നിന്നുള്ള ന്യൂസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ താർ റോക്സിൽ വൈറ്റ് ഇൻറ്റീരിയേഴ്സ് ആണ് ആ വണ്ടിക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം. സോ വണ്ടി ഇറങ്ങിയ സമയം മുതലേ എല്ലാവരും പറയുന്നുണ്ട് ഒരു ഓഫ് റോഡ് വണ്ടിക്ക് വൈറ്റ് ഇൻറ്റീരിയർ എങ്ങനെ റെഡിയാവുന്നു. സോ ഫൈനലി അതിനൊരു തീരുമാനമായിട്ടുണ്ട്. വൈറ്റ് ഇൻറ്റീരിയർ നിലവിൽ ഡിസ്കണ്ടിന്യൂ ആയിട്ടുണ്ട്. ഇനി വണ്ടി ബുക്ക് ചെയ്യുന്ന ആളും വാങ്ങുന്ന ആളുകൾക്കും ഇനി മക്ക ബ്രൗൺ എന്തോ പറഞ്ഞൊരു കളർ ഉണ്ടായിരുന്നല്ലോ. സോ ആ ഒരു കളറായിരിക്കും ഇനി വാഹനം വാങ്ങുന്ന ആൾക്ക് കിട്ടുക. സോ വൈറ്റ് ഇൻറ്റീരിയറുള്ള താർ റോക്സ് വാങ്ങിയ ആളുകൾക്ക് അവസ്ഥയാണ്. സോ വാങ്ങിച്ച ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു ആ കളർ ഫുൾ റീപെയിൻറ്റ് ചെയ്ത് വേറെ കളറുകളൊക്കെ മാറ്റുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പിന്നെ XUV 700 അതുപോലെ തന്നെ സ്കോർപിയോ N, ഈ 2 വണ്ടിക്കും ബ്ലാക്ക് എഡിഷൻ, അതായത്
ഫുള്ളി ബ്ലാക്ക് എഡിഷന് വന്നിട്ടുണ്ട്. രണ്ട് പേരിലാണ് വന്നിട്ടുള്ളത്. സോ ബ്ലാക്കിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ശ്രദ്ധിച്ചോളാം, നല്ല വണ്ടിയാണ്. ജീപ്പ് കോമ്പസിൻ്റെ ഒരു ലിമിറ്റഡ് എഡിഷന് ലോഞ്ച് ആയിട്ടുണ്ട്, അൺവീൽ ആയിട്ടുണ്ട്. സോ ഒരു റെഡ് കളറൊക്കെ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. സോ ഫീച്ചേഴ്സിൽ ചെറിയ വ്യത്യാസങ്ങൾ കാര്യങ്ങളുണ്ട്. 50,000 രൂപ കൂടുതലുണ്ട് ഈ ഒരു ലിമിറ്റഡ് എഡിഷന്. എനിക്ക് തോന്നുന്നു പൊതുവെ സെയിൽസ് കുറവാണ് ജീപ്പ് കോമ്പസിന്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചെറിയൊരു മാറ്റങ്ങളോട് കൂടിയിട്ട് ഒരു ലിമിറ്റഡ് എഡിഷൻ ജീപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അടുത്തത് ടൊയോട്ടയുടെ ലൈനപ്പിൽ പൊതുവെ ഇന്ത്യയിൽ ഹിറ്റാത്ത 2 വണ്ടികളാണ് എൻ്റെ അറിവുള്ളത്. ഒന്ന് ലൈഫ് സ്റ്റൈൽ പിക്കപ്പും മറ്റൊന്ന് സ്റ്റേഷൻ വാഗണും. ഇപ്പോൾ ടൊയോട്ടൻ്റെ കേസിലേക്ക് വരുമ്പോൾ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ഒന്ന് നമ്മൾ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട്, ഹൈലക്സ്. ഈ ഹൈലക്സിൻ്റെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു എഡിഷൻ ലോഞ്ച് ആയിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക്, അത് പൊതുവെ ബ്ലാക്കിനെ കാണാനുള്ള വേറെ രസം തന്നെയാണ്. ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഹൈലക്സ് ലോഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെജൻഡറിൻ്റെ ഒരു മാനുവൽ 4x4 വണ്ടി നിലവിൽ അവൈലബിൾ ആണ്. ഈ ലെജൻഡർ ഇറങ്ങിയ സമയത്ത് റിയർ വീൽ ഡ്രൈവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ 4x4 വണ്ടി ഇറക്കി. ഇപ്പോൾ 4x4 മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വണ്ടി കൂടി അവൈലബിൾ ആണ്. സോ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വണ്ടി വാങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾ വാങ്ങിച്ചോളുക. അപ്പോൾ ഇതാണ് നമ്മളെ ന്യൂസ് എപ്പിസോഡ്. എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് യാതൊരു പിടുത്തവുമില്ല. സോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.